ഗൈസ്, അപ്പൊ നമ്മളിതാ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാരി നോക്കാനായിട്ട് അല്ലേ? അതെ, എല്ലാ ഔട്ട്ഫിറ്റും നോക്കാനായിട്ട്. അപ്പൊ പോയിട്ട് നമുക്ക് ബാംഗ്ലൂർ പോയാലേ പറ്റൂ. പുള്ളിക്കാരിക്ക് ബാംഗ്ലൂർ പോകണം. ഞാൻ ബാംഗ്ലൂർ ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ബാംഗ്ലൂർ തന്നെ സാരി എടുക്കാം ഗൈസ്. അവിടെ അറിയാൻ നല്ല ഷോപ്പൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കിതാ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം ഗൈസ് എന്തായാലും. അങ്ങനെ രാവിലെ തന്നെ നമുക്ക് വിശന്നിട്ട് മുരുകൻ ഇഡ്ഡലിയിൽ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു നേരെ ഇതാ പോവാണ് കേട്ടോ. ഗൈസ് തിന്നു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, വീഡിയോ എടുത്തില്ല. തിന്നായി ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ്. നമ്മളെന്താ കഴിച്ചെങ്കിൽ ഇഡ്ഡലി, അതും മുരുകൻ ഇഡ്ഡലിന്ന്. അപ്പം ഇഡ്ഡലി കഴിച്ചു, അതും പൊടി ഇഡ്ഡലി കഴിച്ചു, പിന്നെ പ്ലെയിൻ ദോശ കഴിച്ചു. എന്താ ഇപ്പം ചായ കുടിച്ചോണ്ടിരിക്കുന്നു. സോറി ഗൈസ്, കാണിച്ചു തരാൻ പറ്റില്ല. തിന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ഓർക്കണം, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആണ് ഓർക്കണേ, എടുത്ത ഫുഡ് വീഡിയോ എടുത്തില്ലല്ലോ. അത്ര ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കോലമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായി. നമ്മൾ തമിഴ്നാട്ടിലെ ഒരു വെറൈറ്റി സംഭവമാണിത് അല്ലേ? എല്ലാവരുടെ ഫ്രണ്ടിലും ഉണ്ടാവും കോലം. അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ബാംഗ്ലൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ട്രാവലൊക്കെ നല്ല ഈസി ആയിരുന്നു കേട്ടോ. റോഡൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പൊ നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ബാംഗ്ലൂർ എത്തിയതിന്റെ ഒരു സാധനം കാണിച്ചു. അതെ, ബാഹുബലിയോ അല്ല, ബൊമ്മനഹള്ളി ബാഹുബലി. അങ്ങനെ പോകുന്ന വഴിക്ക് കർണാടക സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, നമ്മുടെ സ്വന്തം വിധാനസൗധയൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചങ്ങ് പോകുമായിരുന്നു ഗൈസ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റ് ആണ്. ഭയങ്കര ഒരു തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും, നല്ല സുഖ. ഇതാണ് നമ്മുടെ ഫീനിക്സ് റിസോർട്ട്. ഇവിടെയാണ് നമ്മൾ 2 days നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 2 days നമുക്ക് വേറെ സ്ഥലത്ത് പോയി നിൽക്കാം. എന്തായാലും ബാംഗ്ലൂർ വന്നതല്ല, നമുക്ക് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അടിച്ചു പൊളിക്കാം. അങ്ങനെ നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ ചെയ്ത് നേരെ നമ്മൾ ആദൂട്ടനോട് ബാംഗ്ലൂർ ഉണ്ടല്ലോ, അവനെ കാണാണ്ട് ഇങ്ങനെ പോവാ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ബാംഗ്ലൂർ നൈറ്റ് ലൈഫിലാണ്. നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോണെന്ന് നമുക്ക് ആദൂട്ടന്റെ അടുത്ത് ചോദിക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഇവനും അറിയാട്ടോ, എനിക്ക് മാത്രമാണ് ഈ ബാംഗ്ലൂർ ഞാൻ ആദ്യമായിട്ട് വന്നതിന്റെ ബാംഗ്ലൂർ നീ യൂറോപ്പ് പോലെ വലിയ സീൻ കൊടുത്തോണ്ടിരിക്കുക. കോമഡി എന്താ, ബാംഗ്ലൂർ ട്രാഫിക് വന്നാൽ തന്നെ ആകെ ചടപ്പാവും. അതിൽ കൂടുതലൊന്നുമില്ല. ബാംഗ്ലൂർ ട്രാഫിക് കണ്ടാ, രണ്ടും രണ്ട് ഒരു നോർത്ത് പോള് സൗത്ത് പോള്. ചെന്നൈ പിടിക്കും, എനിക്ക് சென்னை ரொம்ப பிடிக்கும். ചെന്നൈ ரொம்ப പിടിക്കും. ആനാ കേരള ரொம்ப പിടിക്കും. അങ്ങനെ നമ്മൾ അവിടെ പ്ലാൻ ബി, നിങ്ങൾ വിചാരിക്കും പ്ലാൻ എ പൊട്ടിയപ്പോ അതാണ് പ്ലാൻ ബി എന്ന്. അല്ല ഗൈസ്, ഇതാണ് പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു റെസ്റ്റോ ബാർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ട്യൂസ്ഡേ നമ്മൾ പോയോണ്ട് തന്നെ ട്യൂസ്ഡേയുടെ 50% ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വിങ്സിനൊക്കെ നമ്മൾ ഓർഡർ ചെയ്തത് പിസയും 2 വിങ്സും ആയിരുന്നു. ഒന്ന് സ്പൈസി ആയിട്ട് കുറച്ച് പെരി പെരിയും, അതുപോലെ തന്നെ സ്വീറ്റ് ആയിട്ട് ഹണി ചില്ലി. നൈസ് ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ ഇത് ഏതാ സ്ഥലം? പ്ലാൻ ബി അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡൊക്കെ വേറെ ലെവലാണ്. അപ്പൊ എല്ലാവരും വന്നിട്ട് ചുമ്മാ വിസിറ്റ് ചെയ്തോ. എന്താണ് മറ്റേ என்ன இங்கே ஸ்பெஷலாக நம்ம சாப்பிட்டு மசாலா விங்ஸ், அதுவும் டியூஸ்டே ரொம்ப ஆஃபர்ஸில் போயிட்டுருக்கேன். 50 ഓഫേഴ്സിൽ പോയിട്ടുണ്ട്. അയ്യോ സോറി എടാ, എൻ്റെ മലയാളം ചാനലിൽ ഞാൻ തമിഴ് പറഞ്ഞോണ്ടിരിക്കുന്നു. ഒന്നാമത് തമിഴ് അറിയാൻ പാടില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വർത്താൻ പറ്റില്ല. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി വീഡിയോസ് ഒന്നും എടുക്കാണ്ട് നമ്മളൊരു സ്ഥലത്തൊന്നും പോകാറില്ലല്ലോ. അപ്പം അതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് പരിപാടി. പിന്നെ കുറച്ച് നേരം അവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് പട്ടി ഷോ. അപ്പം ഇന്ന് നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ പോവാണ്. കേക്ക്, വെനില ഐസ്ക്രീം, ഹോട്ട് ചോക്ലേറ്റ്, പീനട്ട്സ്. അപ്പം നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം പീനട്ട് ഒക്കെ ഇട്ട് ഇങ്ങനെ ഗാർണിഷ് ഒക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കോർണർ ഹൗസിൽ നിന്ന് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സാധനം കഴിച്ചോ.
അപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം. എല്ലാവരും ട്രൈ ചെയ്തോളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.